ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോ? ഞാൻ +2 എല്ലാവർക്കും അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറെ പേര് ചോദിച്ചു. ഫസ്റ്റ് ഏർണിങ്സ് കിട്ടിയോ? മോണിറ്റൈസേഷൻ ഓൺ നമുക്ക് ഏർണിങ്സ് ഉടനെ കിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ വെയിറ്റിംഗിലാണ്. അത് 1 രൂപ ആണെങ്കിൽ കൂടിയും നമുക്ക് അത്രയും ഭയങ്കര സന്തോഷമായിരിക്കും. അത് കൈ വരുമ്പോൾ ഭയങ്കര സന്തോഷം. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വലിയൊരു സംഭവമായിരിക്കും നമ്മുടെ ലൈഫിൽ. അത് ഞങ്ങൾ എന്തായാലും കാണിച്ചിരിക്കും. നമ്മുടെ എന്തായാലും കാണിക്കും. ആഫ്റ്റർ മാരേജ് ലൈഫ് എങ്ങനെയുണ്ട്? മുമ്പും ഇപ്പോഴും തമ്മിൽ ചേഞ്ചസ് ഉണ്ടോ? ആഫ്റ്റർ മാരേജ് ലൈഫ് ഒരു മാറ്റമില്ല. ഞാൻ സിയാർത്ത് കുറച്ച് നാൾ മുമ്പേ പറഞ്ഞായിരുന്നു, എടി നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എന്താ നമുക്കൊരു മാറ്റവും തോന്നുന്നില്ല, പണ്ടത്തെ പോലെ തന്നെ ഇരിക്കുന്നത് എന്താ, ആൾക്കാരൊക്കെ പറയത്തില്ല ഇച്ചിരി കൂടെ മെച്ചുവേർഡ് ആവും, അല്ലെങ്കിൽ എന്തുവാ ഇങ്ങനെ ഇതൊക്കെ മാറി കാര്യങ്ങളൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു മാറ്റം തോന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടൊരു ഡിഫറൻസ് ഇല്ല. ഞാൻ പറയും, ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് കല്യാണം അടുക്കുകയായപ്പോൾ ഞാൻ മിക്കപ്പോഴും വഴക്കുമായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ചോദിക്കും, കല്യാണം കഴിഞ്ഞാൽ സ്നേഹം കുറയോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പൂച്ച പറയും, കല്യാണം കഴിയുമ്പോൾ എത്രയും നാൾ വരെയുള്ള ഈ സ്നേഹം പ്രേമിച്ച് കല്യാണം കഴിക്കുമല്ലോ. അപ്പൊ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പറയട്ടെ അങ്ങനെ പറയാം. അപ്പൊ ഞാൻ മാനിക്കാത്ത ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ച് മാനിക്കാൻ മനസ്സമാധാനം കിട്ടുമ്പോൾ മാനിക്ക് വഴക്കിടുമായിരുന്നു. പക്ഷേ അങ്ങനൊന്നുമല്ല ഗൈസ്. നമ്മൾ സ്നേഹിക്കുന്നത് അന്നും ഇന്നും റിയലാണെങ്കിൽ അത് കല്യാണം കഴിഞ്ഞാൽ മാറുമെന്ന് ഒരിക്കലും മാറുന്ന കാര്യമില്ല. വഴക്കും കാര്യങ്ങളും ഞങ്ങൾ അത് നല്ല വഴക്കിടും. അത് കല്യാണത്തിന് മുമ്പ് ഇടും, ഇപ്പോഴും ഇടും. പക്ഷെ അതിന് നമ്മൾ സ്നേഹത്തിന് ഒരിക്കലും അതൊരു ബാധിക്കത്തില്ല അല്ലേ മാനിക്ക? വഴക്കിടുമ്പോഴായിരിക്കും തോന്നുന്നു ഞങ്ങൾ കൂടുതലും സ്നേഹിക്കുന്നത്. പണ്ട് പറയുന്നത് ഇങ്ങനെ കല്യാണം കഴിഞ്ഞാല് സ്നേഹം കുറയും. ഇപ്പൊ പറയുന്നത് കൊച്ചു വന്നു കഴിഞ്ഞാൽ സ്നേഹം കുറയും. കല്യാണം കഴിഞ്ഞ സ്നേഹം കുറയാത്തോണ്ട് കൊച്ചു വന്നു കഴിഞ്ഞാൽ സ്നേഹം കുറയും. പിന്നെ നമ്മള് പക്ഷെ വഴക്കിട്ട് കഴിയുമ്പോഴാണ് കൂടുതൽ നമ്മൾ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് റിയലൈസ് ചെയ്യുന്നത്. എല്ലാരും എപ്പോഴും വഴക്കിടണോ നല്ല കേസ് പറയുന്നത്. വഴക്കിട്ടാ അത് വഴക്ക് ആ ഒരു സൈഡിലങ്ങ് പോകണം. അല്ലാതെ വഴക്കിട്ടാ ഉടനെ ഞാൻ പോവാ എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല കേട്ടോ. നമ്മളങ്ങനൊന്നും അല്ല. വഴക്കിടുന്നോണ്ടാ വഴക്കിട്ടിട്ട് പിന്നെ വരും. മാനിക്കാനെ വരും. ഞാൻ മാനിക്കാൻ വരുമെന്ന് എനിക്കറിയാം. അതിനായി വഴക്കിടുന്നത്. വഴക്കിട്ടാ എനിക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റൂ? അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫേവറേറ്റ് മൂവി തട്ടത്തിമറയത്ത്. ഞങ്ങളുടെ ഡ്രീമായിരുന്നു തട്ടത്തിമറയത്തിലെ പോലെ. അത് ഞങ്ങൾ സേവ് ദ ഡേറ്റ് ഓക്കെ മനസ്സിലാവും. നിങ്ങൾ യൂട്യൂബിൽ കയറി ഫോട്ടോ ഇട്ടേക്കാം. നമ്മള് സേവ് ദ ഡേറ്റ് തട്ടത്തിമറയത്തെ പോലെ തന്നെ ചെയ്തത്. നമ്മള് റിലേഷൻഷിപ്പിലായി 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു തുടങ്ങിയത്. അതെല്ലാവരും പറയുമായിരിക്കും. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞാണ് നമ്മുടെ സേവ് ദ ഡേറ്റ് തട്ടത്തിമറയത്ത് പോലെ ചെയ്യണം ഇല്ലേ? അതേപോലെ 5 വർഷത്തെ ഡ്രീം ആയിരുന്നു. അത് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സേവ് ദ ഡേറ്റിന്റെ പിക്ക് വന്നപ്പം അതുമല്ല തട്ടത്തിമറയത്തെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങള് പണ്ട് വീഡിയോ കോൾ ചെയ്യത്തില്ലേ, അങ്ങനെ ഇരുന്ന് ഞങ്ങൾ 5-6 വട്ടം ആ സിനിമ കണ്ടിട്ടുണ്ട്. വീഡിയോ കോൾ ചെയ്തിട്ട് ഒരുമിച്ച് സ്റ്റാർട്ടാക്കും, പോസാക്കും, അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ തട്ടത്തിമറയത്തും ആ മൂവിയും ഞങ്ങളുടെ റിയൽ ലൈഫുമായിട്ട് കുറച്ച് സാമ്യതയായിട്ടുള്ള. അതുകൊണ്ട് തട്ടത്തിമറ നിങ്ങള് കണ്ടിട്ടില്ലെങ്കിൽ പിക്ക് എടുത്ത് നോക്കിയാൽ മതി. ഞങ്ങൾ അതേപോലെ ചെയ്യണം കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 10 മാസം കഴിഞ്ഞു. ഞങ്ങളാ വെഡിങ് ആനിവേഴ്സറി ഒരു മാസം 2 മാസം അല്ലേ? ഫസ്റ്റ് ഇത്തായ എവിടെ വെച്ചാണ് കണ്ടേ? ആരാണ് ഫസ്റ്റ് വന്ന് പ്രപ്പോസ് ചെയ്തേ? 8ഉം 9ഉം ഞാൻ പഠിച്ചപ്പോ വാങ്ങിച്ച എന്റെ സ്കൂളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പൊ നമ്മള് സ്കൂളിലൊക്കെ വായി നോക്കത്തില്ലേ? പക്ഷെ പിള്ളേരൊക്കെ അവന്മാരൊക്കെ വായി നോക്കാൻ പോകുമ്പോ ഞാൻ കൂടെ പോവായിരുന്നു. ഞാൻ ആരെയും വായി നോക്കിയിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു അട്രാക്ഷൻ തോന്നത്തില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒളിച്ചോട്ടമായിരുന്നു. അതെ ഞങ്ങൾ വീട്ടുകാർ സംഭവത്തോടെ വീട്ടുകാർ കല്യാണമൊക്കെ കഴിച്ച് ഒളിച്ചോടി. പിന്നെ ഇത് പെട്ടെന്ന് സബ്സ്ക്രൈബർ ആരാണ് ചോദിച്ചാന്ന് തോന്നുന്നു. ഞങ്ങൾ ഒളിച്ചോട്ടം അല്ല, ഞങ്ങള് 5 വർഷം പ്രേമിച്ച് 6ാമത്തെ വർഷമാണ് കല്യാണം കഴിഞ്ഞത്. പിക്കൊക്കെ കാണാത്തവരായിരിക്കും. പിക്കൊക്കെ നോക്കുക, ഇൻസ്റ്റൊക്കെ എടുത്ത് നോക്കുക. കുറെ പിക്കൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ കല്യാണം കഴിഞ്ഞാണ്. നമ്മൾ വീട്ടുകാര് ഫൈറ്റ് ചെയ്ത് കല്യാണം കഴിച്ചു.
ഞങ്ങൾക്ക് ഈ ഒളിച്ചോട്ടത്തിനോട് താല്പര്യമില്ല. ഫസ്റ്റ് ഞാൻ മാനിക്കായിരുന്നു, ഞാൻ എൻ്റെ അടുത്ത് മാനിക്കാത്ത റിലേഷൻഷിപ്പ് അതൊന്നും ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ളതാണ്. മാനിക്കാർക്ക് ഞാൻ ഹോപ്പ് കൊടുത്ത സമയത്ത് ഞാൻ മാനിക്കാർക്ക് പറഞ്ഞതാണ് ഒളിച്ചോട്ടം എന്നൊരു പരിപാടി എനിക്ക് പറ്റത്തില്ല. അങ്ങനല്ല പറഞ്ഞ ഞാൻ അങ്ങനെ എന്തായിരുന്നു പറഞ്ഞ എന്തുവാ നമ്മുടെ കല്യാണത്തിന് ആരുടെയും കണ്ണീര് വീലല്ലെന്ന് പറഞ്ഞായിരുന്നു. കല്യാണം നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നുണ്ട്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മൾ ഇത് വെറുതെ തുടങ്ങിയതല്ല, ടൈം പാസ് തുടങ്ങിയപ്പോൾ ഞാൻ മാനിക്കടുത്ത് പറഞ്ഞു നമ്മുടെ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നടക്കണമെന്ന് പറയും. മറ്റുള്ള ആരുടെയും കണ്ണീര് വീണിട്ട് നമുക്ക് എവിടെയും പോയി സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വാക്ക് തന്നായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടെങ്കിലും ഇപ്പം ഞങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങളിപ്പം ജീവിച്ചു പോകും. അല്ലേ? നിങ്ങൾ ലവ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം 2 ദിവസം കൂടുതൽ അടിയിട്ടുണ്ടോ? 2 ദിവസം കൂടുതലൊന്നും അടിയിട്ടിട്ടില്ല. 2 ദിവസമൊന്നും പോകത്തൊന്നുമില്ല. ഒരു ദിവസമൊക്കെ പോവായിരിക്കും. അതൊക്കെ നല്ല വഴക്കാണെങ്കിൽ ഒരു ദിവസം പോകത്തുള്ളൂ. എനിക്ക് വെറും പാവമാണ് കേസ്. മാനിക്കാണെങ്കിൽ വഴക്കിട്ടിട്ട് ഞാനാണെങ്കിൽ എന്തെടുക്കുമെന്ന് അറിയാവാ. ഞാൻ മാനിക്കടുത്ത് ഞാൻ പോവാ, എനിക്ക് ഞാൻ പോവായിക്കാം, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കും. എന്നിട്ട് മാനിക്ക് അവിടുന്ന് ടെൻഷൻ അടിക്കും. മാനിക്ക് എൻ്റെ അവിടുത്തെ കസിൻസിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ വിളിക്കും. കസിന്റെ വീട് തൊട്ട് അയലത്താണ്, നെയ്നാച്ചി. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഈ ഇടയ്ക്ക് ഞങ്ങൾ പോയപ്പോ അവളിങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു, പണ്ട് വഴക്കിടുമ്പോ എനിക്കൊരു സ്വസ്ഥത വരത്തില്ലായിരുന്നു. സ്വസ്ഥത്തില് അവളെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. നെയ്നാച്ചി വരുമ്പോ ചിലപ്പോ ഞാൻ കിടന്ന് ഉറങ്ങുമായിരിക്കല്ലേ, ഞാൻ കഴിക്കുമായിരിക്കും. മാനിക്കടക്കുന്ന ടെൻഷൻ എങ്ങനെ പറയുന്നത് പോകുന്നതെന്നറിയാവോ? ഞാൻ പോവാ, എനിക്കിനി ജീവിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇവള് പോയി വല്ല കഴിക്കുമായിരിക്കും, കിടക്കുമായിരിക്കും. നമ്മളെന്താ വിചാരിക്കുന്നത്? മാനിക്ക ഒറ്റ മോനാണ്. ഫസ്റ്റ് പ്രപ്പോസ്ഡ് ഹൗ ടു സക്സസ് യുവർ ലവ്. നമ്മുടെ രണ്ടുപേരുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം വലുതാണെങ്കിൽ ഇനി എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും മരണത്തിൻ്റെ വിട്ടേക്ക്, നമ്മൾ മരിച്ചു പോകുന്ന വിട്ടേക്ക്, അതല്ലാതെ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് നേരിടാൻ പറ്റും. കാരണം എൻ്റെ വീട്ടിൽ സീനായിരുന്നപ്പോഴും ഫോൺ പിടിച്ച് മാറ്റി വെച്ചപ്പോഴും ഞാൻ ഓർക്കുന്നത് എനിക്ക് അടി കിട്ടും, എനിക്ക് ഫോൺ കിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ കാര്യമല്ലേ ഞാൻ ചിന്തിച്ചത്. ഞാൻ ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ പോകുന്നത് ഇനി ഞാൻ എങ്ങനെ ഫോൺ എടുത്ത് ഇക്കാക്ക് മെസ്സേജ് അയക്കും എന്നാണ് എൻ്റെ മൈൻഡിൽ പോയത്. നിങ്ങളുടെ അതേപോലെ തന്നെ ഇക്കായും കുറേ വിഷമിച്ചിട്ടുണ്ട്, ഞാനും വിഷമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി എത്ര വലിയ ഞങ്ങൾ ഒരിക്കലും പെട്ടെന്ന് നടന്നല്ല, പെട്ടെന്ന് സമ്മതിച്ച് നടത്തിയ കല്യാണമൊന്നുമല്ല. ഒരുപാട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിത് പിന്നെ പ്രൊമോട്ട് ചെയ്യുമല്ല, പ്രേമിക്കണമെന്നൊന്നും. പിന്നെ നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ സമ്മതിച്ചാൽ ഞങ്ങൾ കല്യാണം കഴിക്കുക, അല്ലാണ്ട് പോയി ഒറ്റപ്പെട്ടു പോലും കല്യാണം കഴിക്കരുതെന്നേ ഞങ്ങൾ പറയുള്ളൂ. ഹൗ ടു കീപ് ദിസ് ബോണ്ട്. രണ്ടുപേർക്കും വട്ടാണ് കൈസ്. അതാ ഈ വട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നിങ്ങളുടെ ബോണ്ട് അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ ആൾക്കാരെ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും നമ്മൾ മറ്റൊരാളെ കണ്ട് ചെയ്യണം, നമുക്ക് അവരെ പോലെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്. ഞാൻ പറയട്ടെ, നമ്മൾ എപ്പോഴും യൂണീക്ക് ആയിരിക്കണം. ഞാൻ മാനിക്കായി ഒരിക്കലും ഒരാളെയും കണ്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ വീട്ടുകാരങ്ങനെ പറയത്തില്ല, വീട്ടുകാരൊക്കെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് ഗൈസ് എല്ലാ കാര്യത്തിലും. ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ റീൽ എടുക്കുന്നതിനാണെങ്കിലും ആരും എല്ലാം നല്ല സപ്പോർട്ടാണ്. പക്ഷേ വീഡിയോ ഇട്ടില്ലെങ്കിൽ വഴക്ക് പറയും, എന്ത് വീഡിയോ ഇടാനേ എന്ന് ചോദിക്കും. അതേപോലത്തെ അടിപൊളി ഫാമിലിയാണ് ഞങ്ങളുടെ നല്ല ഫാമിലിയാണ്. അതല്ല, നാട്ടുകാരിപ്പം ചില കപ്പിൾസ് ഞാൻ കണ്ടിട്ടുണ്ട്, കല്യാണം കഴിയുന്നതിന് മുമ്പ് വരെ എല്ലാം അടിച്ചു പൊളിച്ച് നടന്നിട്ട് കല്യാണം കഴിയുമ്പോഴത്തേക്ക് അവർ ഒരു ഒതുങ്ങിയ ലൈഫ് പോകുന്ന കണ്ടിട്ടുണ്ട്. അത് ഈ നാട്ടുകാരാണ് ഇതിന്റെ മെയിൻ കാരണം. എന്ന് വെച്ചാൽ നാട്ടുകാർ പറയും അത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. നാട്ടുകാർ ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അവർ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ വഴക്ക് പറയുന്ന പോലെ അതെന്താ നമ്മൾ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോണ്ട് പോകും, അല്ലേ സിയ? ഉറപ്പായിട്ടും പോകും. ഞങ്ങള് ആരെയും ശ്രദ്ധിക്കത്തൊന്നുമില്ല, ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ അതേപോലെ. പിന്നെ ഞങ്ങളിങ്ങനെ സ്നേഹമാണെന്ന് ചോദിക്കുന്നെങ്കിൽ ഞങ്ങൾ പണ്ട് ചെയ്ത കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു ഡിഫറൻസ് ഇല്ല. ഞങ്ങൾ പണ്ട് എന്തുവാ ചെയ്തോണ്ടിരിക്കുന്നത് അതേപോലെ ചെയ്തോണ്ടിരിക്കുന്നത് ഇല്ലേ. ഞങ്ങള് സ്നേഹത്തിലാണെങ്കിലും വെറുതെ കള്ളം പറയല്ല, വഴക്കിടും. അത് കല്യാണത്തിന് മുമ്പ് വഴക്കിടുകയാണ്, ഇപ്പോഴും വഴക്കിടുകയാണ്. പണ്ടത്തെ പോലെ തന്നെ കൊഞ്ചിക്കുകയും അല്ലെങ്കിൽ റീലയക്കുകയും വഴക്കിടുകയും റിപ്ലൈ അയക്കുകയും അങ്ങനെയൊക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ടാകും. അതെന്തുവാ, നമ്മള് കല്യാണം കഴിഞ്ഞാൽ എല്ലാം മാറും 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 എന്ന് ചിന്തിക്കരുത്. കല്യാണം കഴിഞ്ഞ് എന്തിനു മാറണം? കല്യാണം കഴിഞ്ഞാണ് കൂടുതൽ സ്നേഹിക്കേണ്ട കേസ്.
അത് മനസ്സിലാവും. കല്യാണത്തിന് മുമ്പ് വരെയുള്ള സ്നേഹമല്ല സ്നേഹം, കല്യാണം കഴിഞ്ഞാണ് നമ്മൾ സ്നേഹിക്കുന്നത്. കല്യാണത്തിന് കഴിഞ്ഞും കല്യാണത്തിന് മുമ്പത്തെ പോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു ഗൈസ്. ഇത്താടെ കോഴ്സ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോ? ഞാൻ +2 ആണ്, അതുകൊണ്ടാണ് ഇത്ത ചോദിച്ചേ. കോഴ്സ് എനിക്ക് +2 കഴിഞ്ഞപ്പോൾ എനിക്ക് മെറിറ്റ് കിട്ടിയതാണ്. എനിക്ക് 75% മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മെറിറ്റിൽ കിട്ടിയതാണ്. ഞാൻ അല്ല പഠിപ്പിച്ചിട്ടല്ല. +2 ആയപ്പോൾ ഞാൻ 10ാം ക്ലാസ് കിട്ടി, പക്ഷെ +2 കിട്ടി. എനിക്കാണോ എന്തുവാ പിന്നെ അപ്പൊ എനിക്ക് മെറിറ്റ് കിട്ടിയതാണ്. ഫാർമസിയുടെ ഇത് ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞ, ഫാർമസി നല്ലൊരു കോഴ്സാണ്. പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. പക്ഷെ പഠിക്കാൻ ഭയങ്കര പാടാണ്. കുട്ടി നമ്മൾ സ്നേഹിക്കുന്ന ആൾ മറ്റൊരാളായിട്ട് സെറ്റ് ആണെന്ന് അറിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? അവരെ അങ്ങ് വിട്ടേക്കുക, അത്രേ ഉള്ളൂ. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. നമ്മളെ വേണ്ടാത്തവരെ കഴിച്ച് നമുക്കും വേണ്ട, അത്രയും തീരുമാനിച്ചു. നീ എത്ര എഫോർട്ട് എടുത്ത് അവളെ ഇനി അവന്റേത് മാറ്റി നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവന്നാലും എന്ത് പ്രയോജനം? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനം നിന്നെ മറന്ന് മറ്റവന്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെ നിനക്ക് എന്തിനാണ് അവളെ? നിനക്ക് അതിനെക്കൊണ്ട് നിന്റെ ചുന്തിരി പെണ്ണത്. ഹൗ മച്ച് എഫോർട്ട് യു ടേക്ക് ടു മേക്ക് ദിസ് ലൈഫ്? നിങ്ങൾ എത്രാം ക്ലാസ്? ഞാൻ 8. അല്ല, ഞാൻ 9. അല്ലേ 8ാം ക്ലാസ് തൊട്ടേ ക്രഷ് ഉണ്ടായിരുന്നു. എനിക്ക് ഇക്കാക്ക് ക്രഷ് ഉള്ളവരെ എനിക്കറിയത്തില്ല. അത് ഞാൻ 9 പഠിക്കുമ്പോഴാണ് ഇക്കായെ പരിചയപ്പെടുന്നത്. ഞാൻ കാണുന്ന പോലെ 9 പഠിക്കുമ്പോഴാണ്. എനിക്ക് 9, ഇക്കാക്ക് +2 കഴിഞ്ഞ് നിൽക്കുന്നത്. +2 കഴിഞ്ഞ് ഡിഗ്രി കയറി. എനിക്ക് 9ാം ക്ലാസ് ലാസ്റ്റ്. 9 ലാസ്റ്റ്. ഞാൻ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് കയറിയ സമയത്താണ് ഞങ്ങൾക്ക് ഇഷ്ടം തോന്നിയത്. ഡിഗ്രിക്ക് കയറിയില്ല. ഹേ സിയ, വാട്ട്സ് യുവർ ഫേവറേറ്റ് മെമ്മറി ടുഗദർ? നൂറാത്തി കേട്ടോ ചോദിച്ചിരിക്കണേ. മെമ്മറി ടുഗദർ പറ. ഞാൻ ഉദ്ദേശിക്കുന്ന സിയ പറയുന്നത് ഞാൻ അതെങ്ങനെ പറയും? അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് അത് തന്നെ കോപ്പി അടിച്ച് പറഞ്ഞാലോ? ഇല്ല, ഞാൻ കോപ്പി അടിച്ചത്. നീ ഞാൻ ഉദ്ദേശിക്കുന്നതാണോ നീ പറയുന്നത്? ഞാൻ നോക്കട്ടെ. ഞാൻ ഉദ്ദേശിക്കുന്ന ഞാൻ പറയുന്നത് എനിക്ക് ചിരിക്കണം. ഞങ്ങള് റിലേഷൻ ആയ ടൈമിൽ ഒരുപാട് സംസാരിച്ചിട്ടൊന്നുമില്ല. ഭയങ്കര സീനായിട്ടുള്ള ടൈമിലായിരുന്നു. അപ്പൊ ഞങ്ങളാണെങ്കിൽ 10ാം ക്ലാസ്സിലെ എംപ്ലോയ്മെന്റിൽ പോയി കഴിച്ചു ആദ്യമായിട്ട്. ഞങ്ങൾ എംപ്ലോയ്മെന്റിൽ പോയി. അത് ഞങ്ങൾ ഒരുമിച്ച് ഒരിടത്തും പോയിട്ടില്ല. അത്രയും എന്റെ ക്ലാസ് ഫുൾ ഉണ്ടായിരുന്നു. 9ലെ പിള്ളേരും അവരെയൊക്കെ ഞാൻ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു. അവരെല്ലാരും പിള്ളേർ ഇടയ്ക്ക് കയറി നല്ല കൂട്ടം. അവന്മാര് നല്ല ഫ്രണ്ട്ലി. അപ്പം അവരുടെ കൂട്ടി വന്നപ്പോ മാനിക്കായും അതിനകത്തൊരാളെന്നുള്ള രീതിയിൽ വന്നപ്പോ എന്റെ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ. അന്നത്തെ ദിവസം ഞങ്ങള് രാവിലെ 7 മണി തൊട്ട് 3 മണി വരെ അല്ലേ, 3 മണി വരെ ഒരുമിച്ച് ഫുഡ് കഴിച്ചു. ആദ്യം അന്നത്തെ ദിവസം ഞങ്ങൾ ആദ്യമായിട്ട് ഫോട്ടോ എടുക്കണത് ഒരുമിച്ച് നിന്ന് ഒരു ഞങ്ങളുടെ ആദ്യത്തെ സെൽഫി ഞാൻ വേണമെങ്കിൽ ആ ഫോട്ടോയും താഴെ കൊടുത്തേക്കാം. എന്താണ് ബാക്കി പറ. When you are more happy before marriage or after marriage? രണ്ടും അടിപൊളിയായിരുന്നു. എനിക്കൊരു ചേഞ്ച് വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ ഞാൻ കൂടുതൽ ഹാപ്പി എന്ന് പറയുന്ന മാനിക്ക് എപ്പോഴും എൻ്റെ അടുത്തുണ്ട്. നേരത്തെ ഞങ്ങള് കൊറേ വിഷമിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ശരിയാ, ആഫ്റ്റർ മാരേജ് ആ വിഷമമൊന്നും എനിക്കൊരു ഇതായിട്ട് തോന്നിട്ടില്ല. ഇപ്പൊ ഓർക്കുമ്പോ എനിക്ക് അതൊക്കെ നല്ലൊരു. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് കുറെ വിഷമിച്ചിട്ടുണ്ട്. കാരണം നമുക്കിപ്പോ ഇങ്ങനെ അടുത്തിരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് കല്യാണത്തിന് മുമ്പ് ഒരു ചേഞ്ച് ഒന്നും വന്നിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഡിസ്ക്രൈബ് യുവർ സിയ ഇൻ വൺ വേർഡ്. എനിക്ക് ഒരു വേർഡിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഞാൻ വൺ വേർഡ് പറയാനാണെങ്കിൽ ഷീസ് എ ജെം.
അതൊന്നും വേണ്ട, വേറെ പറ. വേറെ പറ. അങ്ങ് ഇല്ലങ്ങ് സുഖിക്കുക അങ്ങ് കേട്ട്. വേറെ മൂണോ? വേറെ പറ. എവരിത്തിങ്. വേറെ പറ. ഹാപ്പിനെസ്. പോടാ. പിന്നെന്തോ പറയണ്ട. വേൾഡ് പറ. വേൾഡ്. ആ വേൾഡ്. എവരിത്തിങ് എന്ന് പറയുമ്പോ വേൾഡ് അല്ലേ അടി? എന്റെ എല്ലാം എല്ലാം പറ. എന്റെ എല്ലാം എല്ലാം ഇല്ല. നിങ്ങളുടെ കല്യാണത്തിൽ വീട്ടിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ? കല്യാണത്തിന് എതിർപ്പുകൾ ഉണ്ടായിട്ടില്ല. കല്യാണത്തിനില്ല. പ്രേമത്തിന് എതിർപ്പുകൾ ഉണ്ടായി. പ്രേമത്തിന് എതിർപ്പുകൾ ഉണ്ടായി. എല്ലാം ഭയങ്കര സീനായി. പിന്നെ അത് കവിന്ന് ഉറപ്പിച്ച് കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞാണ് കല്യാണം. വീട്ടുകാർക്ക് മനസ്സിലായി ഗൈസ്, ഞങ്ങളെ കൊണ്ട് അവർക്ക് ഇനി പറ്റത്തില്ലെന്ന്. നിങ്ങൾ ലക്ഷദ്വീപിലോട്ട് വായോ? സഹ്ല മുഹമ്മദ്. ലക്ഷദ്വീപിലോട്ട് വരാനോ പിന്നെ വരണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, മെസ്സേജ് അയച്ചാന്ന് പറഞ്ഞ് സഹ്ല മുഹമ്മദ് പറഞ്ഞൊരു മെസ്സേജ്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ കടല് ഭയങ്കര ഇഷ്ടമാണ്, നീലക്കടൽ. എനിക്ക് അനാർക്കലി മൂവി ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം എനിക്ക് ലക്ഷദ്വീപ് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ആൾക്കാരും പാവങ്ങളാണ്, നല്ല ആൾക്കാരാന്നൊക്കെ പറയുന്നത്. എനിക്ക് അവരെയൊക്കെ കള്ളന്മാരൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നത് അവിടെ. എനിക്ക് അവരെയൊക്കെ കാണണമെന്നുണ്ട് ഗൈസ്. പോണമെന്നുണ്ട്. ഇൻഷാല്ലാ നമ്മൾ വരുവാണെങ്കിൽ സഹല ഇത്താണോ എന്റെ അനിയത്തിയാണോ എനിക്ക് അറിയത്തില്ല. സഹല മുഹമ്മദ്. സഹല മുഹമ്മദിനെ തന്നെ നമ്മൾ വിളിക്കും ഗൈസ്. മാരേജിന് ഫാമിലി സപ്പോർട്ട് ആയിരുന്നു. സിയാത്ത തന്നെ ഫസ്റ്റ് കണ്ടത് എവിടെ വെച്ചാണ്? ഹൗ യു ഗൈസ് ഫെൽ ഇൻ ലവ് വിത്ത് ഈച്ച് അതർ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ പണ്ട് എനിക്കൊരു സ്കൂട്ടി ഉണ്ടായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ ഈ സ്കൂട്ടിക്കകത്ത് സിയ പഠിക്കുന്ന സ്കൂളിന്റെ വാതിക്കെ കൂടി അങ്ങനെ പോയതായിരുന്നു. ഫ്രണ്ടിലോട്ട് ഞാൻ പോയായിരുന്നു. അപ്പൊ സിയ ഇങ്ങനെ ബാഗൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു പോവാ. ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് എന്തോന്നറിയാം, സിയയുടെ മുടിയാണ്. സിയാക്ക് നല്ല മുടി ഉണ്ടായിരുന്ന സമയത്ത്. നേരത്തെ ഇത്ര നീളം കുറവായതുകൊണ്ട് എന്തുവായത് ഒരിക്കൽ ഞാൻ പറഞ്ഞോളാം ഇവിടെ ഇരുന്ന്. അത് അങ്ങനെ അവിടെ പൊങ്ങും ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നല്ല രീതിക്ക് ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഈ കാര്യം ഞാൻ അറിയുന്നത് 1 വർഷം കഴിഞ്ഞാണ്. ഞാൻ മാനിക്കായെ പരിചയപ്പെടുന്ന 1 വർഷം, അത് കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞാണ്. മാനിക്ക ഇപ്പോഴല്ല. ഞങ്ങൾ ആക്സിഡന്റലി പരിചയപ്പെട്ടല്ലേ സിയ? ഞങ്ങൾ പ്ലാൻ ചെയ്താലിങ്ങനെ പോയി മെസ്സേജ് അങ്ങനെയൊന്നുമല്ല, ആക്സിഡന്റലി പരിചയപ്പെട്ടു. അതൊക്കെ ഞങ്ങൾ ലവ് സ്റ്റോറി പറയുമ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. വട്ടാകായത് നീയാ വട്ട്. എന്റെ ഭർത്താവിന്. അപ്പൊ അത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് 10K ഫാം ആയപ്പം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളുടെ സാഹചര്യം കൊണ്ട് നമ്മളിപ്പോൾ 23K ഫാം ആയ മാഷാല്ലാ ആ സമയത്താണ് റിപ്ലൈ തരുന്നത്. അപ്പൊ കുറെ പേരും കൂടെ നമ്മുടെ കൂടെ കൂടി. അപ്പം അവർക്കറിയാനുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഗൈസ് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.